9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ ചാപ്റ്റർ പോളിനോമിയൽ പിക്ചേഴ്സ് അല്ലെങ്കിൽ ബഹുപദ ചിത്രങ്ങൾ. ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഒരു പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ഒരു ബഹുപദത്തിന്റെ പിക്ചേഴ്സ് എങ്ങനെ വരയ്ക്കാം എന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദം കണ്ടെത്തുന്നത് എങ്ങനെയെന്നും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നാംഗതി ബഹുപദങ്ങളെ കുറിച്ച് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ ചെയ്തുകൊണ്ട് തുടങ്ങിയാലോ? ഇവിടെ നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ തന്നിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒന്നാംകൃതി ബഹുപദം അല്ലെ. ഒന്നാംകൃതി അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ആണ് എങ്ങനെ തിരിച്ചറിയുന്നത്? എക്സിന്റെ ഹയസ്റ്റ് പവർ നോക്കുക. എക്സിന്റെ പവർ അല്ലെങ്കിൽ കൃതി ഇവിടെ എത്രയാണ്? 1. അതുകൊണ്ട് ഇത് ഒന്നാംകൃതി ബഹുപദമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ്. ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചർ നമ്മൾ വരയ്ക്കാനായിട്ട് പോവുക. ഇപ്പോൾ പിക്ചർ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവിടെ ഞാൻ ഒരു പട്ടിക വരച്ചിട്ടുണ്ട് അല്ലെ. ആ പട്ടിക സൂചിപ്പിക്കുന്നത് എക്സ് ആയിട്ട് -3, -2, -1 അങ്ങനെ കുറച്ച് സംഖ്യകൾ നിങ്ങൾ എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് എക്സ് കണ്ടുപിടിച്ച് ഈ രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. എത്രയാണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്? ആദ്യത്തേത് എക്സ് ആയിട്ട് -3 ഒന്ന് എടുത്തേ. നമ്മുടെ പോളിനോമിയൽ ഏതായിരുന്നു? പി ഓഫ് എക്സ് = 2x + 1 അല്ലെ. അതിനകത്ത് എക്സ് ആയിട്ട് ഏത് നമ്മൾ എടുക്കണം? -3 എടുക്കണം. അതിന് നമുക്കപ്പോ എങ്ങനെ എഴുതാം? പി ഓഫ് -3 എന്ന് എഴുതത്തില്ലേ? പി ഓഫ് -3. അതായത് എക്സിന്റെ സ്ഥാനത്ത് ഏതാ എടുത്തിരിക്കുന്നത്? -3 ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പി ഓഫ് -3 കണ്ടുപിടിച്ചേ. അത് എത്രയാണ്? ഇതാണ് നമ്മുടെ പോളിനോമിയൽ അല്ലെ. അപ്പോൾ ഇതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതണം? -3 എഴുതണം. 2 × x അപ്പൊ എങ്ങനെ വരും? 2 × -3 അല്ലെ, +1. അടുത്ത സ്റ്റെപ്പ് എന്നാ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലെ. 2 × -3 -6 അല്ലെ, -6 +1 +1. -6 +1 എങ്ങനെ എഴുതാം? അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കേ. പോസിറ്റീവ് ഉള്ളതിൽ ആദ്യം എഴുതണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? പോസിറ്റീവ് 1 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1. ഇനി അടുത്തത് നെഗറ്റീവ് ഉള്ളത് എഴുതണം. അതായത് -6 അല്ലെ, -6. 1 - 6 ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇതിന്റെ ഡിഫറൻസ് 5 ആണ്. ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കുന്നത്, അതുകൊണ്ട് സൈൻ എന്തായിരിക്കും? മൈനസ് അല്ലെ. അപ്പൊ നമുക്ക് -5 എന്ന് കിട്ടും. -5. അതായത് എക്സിന്റെ സ്ഥാനത്ത് -3 കൊടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് എന്ത് കിട്ടും? -5 കിട്ടും അല്ലെ, -5. ഇനി അടുത്ത എക്സ് ആയിട്ട് -2 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? പി ഓഫ് -2 എന്ന് എഴുതാം അല്ലെ. പി ഓഫ് -2. പി ഓഫ് -2 എത്രയാണ്? എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതണം? -2 എഴുതണം അല്ലെ. അപ്പോൾ 2 × x 2 × -2 2 × -2 +1 അല്ലെ, +1. 2 × -2 എത്രയാണ്? -4 വരും അല്ലെ. -4 +1. അന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കേ. പോസിറ്റീവ് ആയിട്ട് 1 ആണല്ലോ ഉള്ളത്. അപ്പോൾ 1 പോസിറ്റീവ് ആദ്യം എഴുതി, ഇനി നെഗറ്റീവ് എഴുതി. -4. 1 - 4 എത്രയാണ്? -3 അല്ലെ. ചെറുതിൽ നിന്ന് വലുതാണ് കുറച്ചത്, അതുകൊണ്ടാണ് എന്ത് വരുന്നത്? -3 വരുന്നത്. -3. അപ്പോൾ എക്സിന് -2 കൊടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? -3 കിട്ടി അല്ലെ. പി ഓഫ് എക്സിന്റെ സ്ഥാനത്ത് -3. അടുത്ത എക്സിന് ഏത് വാല്യൂ കൊടുക്കണം? -1 കൊടുക്കണം അല്ലെ. അതായത് പി ഓഫ് -1. പി ഓഫ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? -1 അല്ലെ. അപ്പോൾ 2 × -1 2 × -1 +1 +1. 2 × -1 എത്രയാ? -2 അല്ലെ. -2 then +1 +1. റീഅറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? പോസിറ്റീവ് 1 ആദ്യം എഴുതി, then -2 രണ്ടാമത് എഴുതി. 1 - 2 -1 കിട്ടും അല്ലെ. ചെറുതിൽ നിന്ന് വലുത് കുറച്ചു, അതുകൊണ്ട് -1. അപ്പോൾ എക്സിന് -1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? -1 കിട്ടും അല്ലെ, -1. അടുത്തത് എക്സിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കണം അല്ലെ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 0 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് 0 എക്സിന് ഏത് കൊടുത്തു? 0 കൊടുത്തു അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 0 അല്ലെ. 2 × 0 +1. 2 × 0 0 +1 1 തന്നെ കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എക്സിന് 0 കൊടുത്താൽ പി ഓഫ് 0 എത്ര കിട്ടും? 1 കിട്ടും. അടുത്ത എക്സിന് ഏത് കൊടുക്കണം? 1 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് പി ഓഫ് 1 കണ്ടുപിടിക്കണം. എക്സിന്റെ സ്ഥാനത്ത് എഴുതണം? 1 എഴുതണം അല്ലെ.
അപ്പൊ ഇതെങ്ങനെ കിട്ടും? 2 into x, അതായത് 2 into 1. So that is equal to 2 into 1 then plus 1 അല്ലേ? plus 1. 2 into 1 എത്രയാണ്? 2 തന്നെ അല്ലേ? 2 plus 1. 2 plus 1 3 കിട്ടും. 3. x 1 ആണെങ്കിൽ p of 1 എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? 3. അടുത്ത x 2 ആയിട്ട് എടുക്കുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? p of 2. p of 2 that is equal to x ന് 2 എടുത്തേ. അപ്പൊ എങ്ങനെ കിട്ടും? 2 into 2 അല്ലേ? 2 into 2 plus 1 equal to 2 into 2 4. 4 plus 1 എത്ര കിട്ടും? 5 കിട്ടും അല്ലേ? 5. x 2 ആയിട്ട് എടുത്താൽ p of x എത്രയായിട്ട് കിട്ടും? 5 ആയിട്ട് കിട്ടും. അടുത്തത് ഏതെടുക്കണം? x ന് 3 കൊടുക്കണം അല്ലേ? അപ്പോൾ p of 3. p of 3. x ന് 3 കൊടുത്താൽ p of 3 that is equal to 2 into 3. 2 into 3 plus 1 അല്ലേ? plus 1 equal to 2 into 3 എത്രയാ? 6. 6 plus 1 that is equal to എത്ര കിട്ടും? 7 കിട്ടും. x 3 ആയിട്ട് എടുത്താൽ നമുക്ക് കിട്ടുന്ന p of x എത്രയാണ്? 7. ഒരു പോളിനോമിയലിന്റെ പിക്ചർ വരയ്ക്കുന്നതിന് ആദ്യം നമ്മൾ ഈ ഒരു ടേബിൾ കണ്ടുപിടിക്കണം. അതായത് എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ്, ഇവിടെ -3 കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ -4 കൊടുക്കാം, -10 കൊടുക്കാം, ഏതും ആയിക്കോട്ടെ. എക്സിന് ഇഷ്ടമുള്ള വാല്യൂസ് നിങ്ങൾ കൊടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കണ്ടുപിടിക്കണം? p of x കണ്ടുപിടിച്ച് അതിന്റെ വാല്യൂ അടുത്ത കോളത്തിൽ എഴുതണം. ഇനി പിക്ചർ വരയ്ക്കാൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഒരു x ആക്സിസും y ആക്സിസും നമ്മൾ വരയ്ക്കണം അല്ലെ? x അക്ഷവും y അക്ഷവും. ഞാനിവിടെ x ആക്സിസും y ആക്സിസും വരച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആയിട്ട് അല്ലെങ്കിൽ വിലങ്ങനെയുള്ള ഈ വരയാണ് x ആക്സിസ്. കുത്തനെ കിടക്കുന്ന ഈ വരയോ അത് y ആക്സിസ്. അതിനകത്ത് നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ഈക്വൽ ഡിസ്റ്റൻസിലല്ലേ നമ്പർ എഴുതിയിരിക്കുന്നത്? x ആക്സിസിലും y ആക്സിസിലും നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ? പോസിറ്റീവ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് x ആക്സിസും y ആക്സിസും വരയ്ക്കുക. അതിനുശേഷം നമ്പേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസിൽ അടയാളപ്പെടുത്തുക. ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ്. ഈ ടേബിള് നമ്മൾ ഈ പിക്ചറിലേക്ക് വരയ്ക്കാനായിട്ട് പോവുക. ആ ടേബിൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. x -3 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ p of x ന്റെ വാല്യൂ എന്താ കിട്ടിയത്? -5 അല്ലെ? ഇവിടെ ഈ എക്സും p of x വെച്ചുകൊണ്ട് നമുക്കൊരു പോയിന്റ് കൺസ്ട്രക്ട് ചെയ്യാം. അതായത് -3x ആയിട്ടും p of x -5 ആയിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിന്റെ പ്ലേസ് എന്ന് പറയുന്നത് x ആക്സിസില് അല്ലെങ്കിൽ x അക്ഷത്തില് -3ൽ നിന്ന് -5 ഉയരത്തിലുള്ള ഒരു പോയിന്റ് ആണ് ഏത്? x ന്റെ വാല്യൂ -3 ആയിട്ടും p of x ന്റെ വാല്യൂ -5 ആയിട്ടും എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ആ പോയിന്റ്. നമുക്ക് ആ പോയിന്റ് അടയാളപ്പെടുത്തി നോക്കിയാലോ? എങ്ങനെ അടയാളപ്പെടുത്തുന്നതെന്ന് പറഞ്ഞേ? x ആയിട്ട് -3ഉം p of x ആയിട്ട് -5 എടുത്താൽ ആ പോയിന്റ് എവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞേ? x അക്ഷത്തിൽ അല്ലെങ്കിൽ x ആക്സിസിൽ -3ൽ നിന്ന് x ആക്സിസിലെ -3 എന്ന് കണ്ടുപിടിച്ചേ. ഈ വിലങ്ങനെയുള്ള അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണല്ലേ x ആക്സിസ്. അതിനകത്ത് -3 എന്ന് കണ്ടുപിടിച്ചേ. ഇതാ ഇവിടെ കിടക്കുന്നു. ഇതാണ് x ആക്സിസിലെ -3. ആ x ആക്സിസിലെ -3ൽ നിന്ന് എത്ര ഉയരം വരേണ്ടത് അല്ലെങ്കിൽ ഹൈറ്റ് വരേണ്ടത്? അതാണ് p of x ആയിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ എത്ര ഹൈറ്റ് വരേണ്ടത്? -5 ഹൈറ്റ് വരുന്ന ഒരു പോയിന്റ് ആണത്. അതായത് ഉയരം -5 ആയിരിക്കണം അല്ലെ? x ആക്സിസിലെ -3ൽ നിന്ന്, ഇതല്ലേ നമ്മുടെ -3, അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വരയുടെ ഹൈറ്റ് എത്രയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? -5. അതല്ലേ p of x. p of x എന്ന് പറഞ്ഞാൽ ഹൈറ്റ് എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ -5 ആയിരിക്കണം ഹൈറ്റ്. ഹൈറ്റ് 5 ആയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ മുകളിലേക്ക് വരച്ചാൽ മതിയായിരുന്നു അല്ലെ? പോസിറ്റീവ് 5 ആയിരുന്നെങ്കിൽ. അപ്പോൾ -5 ആയിരുന്നെങ്കിൽ എങ്ങനെയാ? ഹൈറ്റ് നേരെ കുത്തനെ താഴ്ത്തോട്ടായിരിക്കണ്ടേ? അപ്പോൾ -3ൽ നിന്ന് നേരെ താഴ്ത്തോട്ട് എത്ര ഹൈറ്റ് വരണം? -5 ഹൈറ്റ് വരണം അല്ലെ? മൈനസ് ആയതുകൊണ്ട് നേരെ താഴ്ത്തോട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. എത്രയാണ്? 5 ഹൈറ്റ് വരണം. അപ്പോൾ പോയിന്റ് നേരെ 5ന്റെ നേരെ വരും അല്ലെ? അപ്പോൾ -3ൽ നിന്ന് നേരെ കുത്തനെ വരയ്ക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞൊന്നും പോകരുത്. നേരെ കുത്തനെ പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് എത്രയാണ്? -5. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നമുക്ക് കിട്ടി. ഏതായിരുന്നു ആ പോയിന്റ്? എക്സിന് -3 എന്ന വാല്യൂ കൊടുത്ത് p of x കണ്ടുപിടിച്ചു. ആ എക്സും p of x വെച്ച് നമ്മൾ ഒരു പോയിന്റ് കൺസ്ട്രക്ട് ചെയ്തു. ആ പോയിന്റ് ആണ് ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് -3 -5.
ഇതിനകത്തെ ആദ്യത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റിനെയും രണ്ടാമത്തെ കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ പി ഓഫ് എക്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരിയല്ലേ? എക്സിന് -3 കൊടുത്തപ്പോൾ പി ഓഫ് എക്സ് എത്രയാണെന്നേ -5 അല്ലെ? അപ്പോൾ ആ പോയിന്റിന് പേരിടാം -3 -5. ഇനി അടുത്ത പോയിന്റ് അല്ലെ, എക്സ് ആയിട്ട് -2 കൊടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് ഏതാ കിട്ടിയിരിക്കുന്നത് -3 അല്ലെ? അപ്പോൾ ഈ -2 -3 വെച്ച് നമ്മൾ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് പോവാം. അതും എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? എക്സ് ആയിട്ട് -2 കൊടുത്തിരിക്കുന്നത് അല്ലെ? അപ്പോൾ നമ്മുടെ എക്സ് ആക്സിസിൽ -2 കണ്ടുപിടിക്കണം അല്ലെ? ഈ ഹൊറിസോണ്ടൽ ആയിട്ട് വരച്ചിരിക്കുന്നതാണ് എക്സ് ആക്സിസ്. അതിനകത്ത് -2 എന്ത് ചെയ്യും? ഇവിടെ കിടപ്പുണ്ട് അല്ലെ? ഈ കിടക്കുന്നതാണ് എക്സ് ആക്സിസിലെ -2. ആ എക്സ് ആക്സിസിലെ -2ൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കണം? അതാണ് പി ഓഫ് എക്സ്. അപ്പൊ എത്ര ഉയരത്തിലായിരിക്കണം? -3 ഉയരത്തിൽ അല്ലെ? -3 ഹൈറ്റ് വരണമെങ്കിൽ നമ്മൾ മുകളിലേക്കാണോ താഴത്തോട്ടാണോ വരയ്ക്കേണ്ടത്? മൈനസ് ആയതുകൊണ്ട് നമ്മൾ താഴത്തോട്ടേ വരയ്ക്കാൻ പാടുള്ളൂ അല്ലെ? ഇപ്പൊ മൈനസ് ആയതുകൊണ്ട് താഴത്തോട്ട് വരച്ചു. ഉയരം എത്രയായിരിക്കണം? -3 ആയിരിക്കണം അല്ലെ? അപ്പോൾ ഇത് വൈ ആക്സിസിലാണല്ലോ ഉയരം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. -3 ഇതാ ഇവിടെയാണ്. അപ്പൊ നേരെ താഴത്തോട്ടാണ് വരയ്ക്കേണ്ടത് -3യിലേക്ക്. ഇതുകൊണ്ട് നേരെ താഴത്തോട്ടേ വരയ്ക്കാവുള്ളൂ, പെർപെൻഡിക്കുലർ ആയിട്ടേ വരയ്ക്കാവുള്ളൂ. അതിന്റെ ഹൈറ്റ് ഇതാ ഇവിടെ വന്നത് ഇപ്പുണ്ട് -3. അപ്പൊ അവിടെ പോയിന്റ് നമുക്ക് പേരിടാലോ -2 -3 അല്ലെ? ഇതിന്റെ അർത്ഥം എന്നാ? എക്സ് ആയിട്ട് -2 എടുത്തു, അപ്പോൾ പി ഓഫ് എക്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് -3. അതുകൊണ്ടാണ് -2 -3 എന്ന് ഈ പോയിന്റിനെ വിളിക്കുന്നത്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, അതായത് എക്സ് ആയിട്ട് -1 എടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് -1 തന്നെ കിട്ടും. അപ്പോൾ -1 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടുമല്ലോ. എക്സ് ആയിട്ട് ഏതെടുത്തിരിക്കുന്നത് -1 അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ പോയിന്റ് കണ്ടുപിടിക്കുന്നത്? എക്സ് ആക്സിസിൽ -1 കണ്ടുപിടിക്കുക. ഇതാണല്ലോ നമ്മുടെ എക്സ് ആക്സിസ്. അതിനകത്ത് -1 എന്ത് ചെയ്യേ? ഇതാ ഇവിടെയാണല്ലേ, ഈ കിടക്കുന്നതാണ് -1. അപ്പോൾ എക്സ് ആക്സിസിലെ -1ൽ നിന്ന് എത്ര ഹൈറ്റിൽ വരണം? അതായത് പി ഓഫ് എക്സ് അല്ലെ? എക്സ് -1 കൊടുത്താൽ പി ഓഫ് എക്സ് എത്രയായിരുന്നു? -1 തന്നെയല്ലായിരുന്നോ? അപ്പോൾ -1 ആണ് ഹൈറ്റ്. വീണ്ടും -1 ഹൈറ്റ് വരണമെങ്കിൽ മുകളിലോട്ട് വരയ്ക്കണോ താഴത്തോട്ട് വരയ്ക്കണോ? -1 ആയതുകൊണ്ട് താഴത്തോട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ താഴത്തോട്ട് എത്ര ഹൈറ്റ് വരണം? -1 ഹൈറ്റ്. അതായത് നമ്മുടെ പോയിന്റ് ഇവിടെ വരും. അപ്പോൾ ആ പോയിന്റിന് പേര് വന്നല്ലോ -1 അതിന്റെ അർത്ഥം എന്നാ? എക്സ് ആയിട്ട് -1 കൊടുത്തു, അപ്പോൾ പി ഓഫ് എക്സ് ആയിട്ട് കിട്ടുന്ന വാല്യൂ -1 തന്നെ അല്ലെ? ഇനി അടുത്ത് നമ്മൾ നോക്കാം. എക്സ് ആയിട്ട് 0 എടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് ഏത് കിട്ടും? 1 കിട്ടും. അതായത് നമ്മൾ പോയിന്റ് വരയ്ക്കുന്നത് എങ്ങനെയാ? എക്സ് ആക്സിസില് 0യിൽ നിന്ന് വരയ്ക്കണം അല്ലെ? എക്സ് ആയിട്ട് 0യിൽ എടുക്കുന്നത്, അപ്പോൾ എക്സ് ആക്സിസ് വരും അല്ലെ? എക്സ് ആക്സിസിലെ 0. എക്സ് ആക്സിസിലെ 0യിൽ നിന്ന് എത്ര ഹൈറ്റ് വരണം? പി ഓഫ് എക്സ് അല്ലെ? അതായത് 1. പി ഓഫ് എക്സ് ആയിട്ട് 1 അല്ലേ കിട്ടിയിരിക്കുന്നത്? അതായത് 1 ഹൈറ്റ് വരണം. അപ്പൊ 1 ഹൈറ്റ് വരയ്ക്കണമെങ്കിൽ നമ്മൾ മുകളിലോട്ട് വരയ്ക്കണോ താഴത്തോട്ട് വരയ്ക്കണോ? പോസിറ്റീവ് ആണല്ലേ, അത് പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലേക്ക് വരയ്ക്കണം. അപ്പോൾ ഹൈറ്റ് 1 ഇവിടം വരെയല്ലേ? ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തു. ആ പോയിന്റിന്റെ പേര് ഒന്നുണ്ടോ? 0 1. അതായത് എക്സ് ആയിട്ട് 0 എടുത്താൽ പി ഓഫ് എക്സ് ആയിട്ട് ഏത് കിട്ടും? അതാണ് ഹൈറ്റ് അല്ലെ? അത് 1. ഈ വൈ ആക്സിസിലാട്ടോ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് എക്സ് ആയിട്ട് 1 എടുത്ത് നോക്കിക്കേ. അപ്പോൾ പി ഓഫ് എക്സ് ആയിട്ട് ഏത് കിട്ടി? 3 കിട്ടി അല്ലെ? അത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് എക്സ് ആക്സിസിൽ ഏത് കണ്ടുപിടിക്കണം? 1 കണ്ടുപിടിക്കണം അല്ലെ? എക്സ് ആക്സിസിലെ 1ൽ നിന്ന്, എക്സ് ആക്സിസിലെ 1 ഇവിടെ കിടക്കുന്നത് അല്ലെ? എക്സ് ആക്സിസിലെ 1ൽ നിന്ന് എത്ര ഹൈറ്റ് വരണം? പി ഓഫ് എക്സ് ഹൈറ്റ്. അതായത് പി ഓഫ് എക്സ് 3 അല്ലേ? അപ്പോൾ 3 ഹൈറ്റ് വരണം. പോസിറ്റീവ് ആയതുകൊണ്ട് നേരെ മുകളിലേക്ക് അല്ലെ? പോസിറ്റീവ് ആയതുകൊണ്ട് മുകളിലേക്കാണ്. ഹൈറ്റ് എത്രയാണ്? 3 അല്ലെ? ഹൈറ്റ് ഇത് എവിടെ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ, 3 ഇവിടെയാ അല്ലെ? അപ്പോൾ അത്രയും അവിടം വരെ ഹൈറ്റ്. അതായത് ആ പോയിന്റിന്റെ പേര് വന്ന് നോക്കിക്കേ, 1 3. അതായത് എക്സ് ആയിട്ട് നമ്മൾ 1 എടുത്തു, അപ്പോൾ പി ഓഫ് എക്സ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഏതാണ്? 3 അല്ലെ? എക്സ് ആയിട്ട് 1 എടുത്തതുകൊണ്ട് എക്സ് ആക്സിസിലെ എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം അതിന് ഹൈറ്റ് എത്ര കൊടുത്തു? 3 കൊടുത്തു അല്ലെ? അതാണ് പി ഓഫ് എക്സ്. അടുത്ത എക്സ് ആയിട്ട് 2 എടുത്ത് നോക്കിക്കേ. എക്സ് ആയിട്ട് 2 എടുക്കുമ്പോൾ പി ഓഫ് എക്സ് ആയിട്ട് എത്ര കിട്ടും? 5 കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് ആക്സിസിൽ 2 അടയാളപ്പെടുത്തണം അല്ലെ? എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്, അതിന്റെ 2 ഇതാണ് അല്ലെ? എക്സ് ആക്സിസിലെ 2ൽ നിന്ന് എത്ര ഹൈറ്റ് കുത്തനെ നിർത്തണം? ഹൈറ്റ് 5 ആണ് അല്ലെ? അപ്പോൾ നേരെ എവിടെ വരെ പോകണം? 5 വരെ പോകണം അല്ലെ? ഇതിന്റെ ഹൈറ്റ് 5 ആയിരിക്കണം.
ഇവിടെ 5 വരെയും പോയി. ഇപ്പോൾ ആ പോയിന്റിന്റെ പേര് കണ്ടോ, 2, 5. എക്സ് ആയിട്ട് 2 എടുത്തു. അപ്പോൾ കിട്ടുന്ന ഹൈറ്റ് അല്ലെങ്കിൽ പി ഓഫ് എക്സ് എത്രയാണ്? 5 അല്ലെ. അപ്പോൾ എക്സ് ആക്സിസിൽ 2ൽ നിന്ന് ഹൈറ്റ് 5 വരുന്ന ആ ഒരു പോയിന്റ്. ഇനി ലാസ്റ്റത്തെ ഇത് എഴുതണം നിർബന്ധമൊന്നുമില്ല, ഇത്രയും പോയിന്റ് മതി നമുക്കൊരു പിക്ചർ വരയ്ക്കാനായിട്ട്. ഇനി ആ പോയിന്റുകളെല്ലാം ഒന്ന് കണക്ട് ചെയ്ത് വരച്ചേ, നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടുമെന്ന് നോക്കിക്കേ. നമ്മൾ ആ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് പോവാ. ഇപ്പൊ താഴേന്ന് ഞാൻ മുകളിലത്തെ ആ പോയിന്റ് വരെ കണക്ട് ചെയ്ത് വരച്ചു. ആ പോയിന്റുകൾ മാത്രം കണക്ട് ചെയ്ത് വരച്ചു. എല്ലാ പോയിന്റിലൂടെയും കടന്നു പോയിട്ടില്ലേ? അതൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടി അല്ലേ. അപ്പോൾ എക്സ് ആയിട്ട് നമ്മൾ കുറച്ച് നമ്പേഴ്സ് എടുത്ത് അതിന്റെ പി ഓഫ് എക്സും കണ്ടുപിടിച്ച് ആ പോയിന്റ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയാൽ ആ പോയിന്റുകളെല്ലാം ഈ ലൈനിൽ കിടക്കുന്ന പോയിന്റുകളാണ് അല്ലേ. ഇവിടെ നമ്മൾ എക്സ് ആയിട്ട് ചില നമ്പറുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പി ഓഫ് എക്സും കണ്ടുപിടിച്ച് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ ആ പോയിന്റുകളെല്ലാം ഈ ലൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ, ഒരു സെയിം ലൈനിൽ തന്നെ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലൈൻ നമ്മുടെ പോളിനോമിയലായ പി ഓഫ് എക്സിന്റെ പിക്ചർ ആണെന്ന് പറയാൻ പറ്റുമോ? എക്സിന് ചില നമ്പറുകൾ കൊടുത്തപ്പോൾ അത് വന്നു എന്ന് പറഞ്ഞാൽ അതൊരു പിക്ചറായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. വേറെ പല നമ്പറുകളും നമ്മൾ നോക്കേണ്ടത് വരും. വേറെ നമ്പറുകൾക്ക് അത് ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വേറൊരു നമ്പർ ടെസ്റ്റ് ചെയ്യാൻ പോവാ. എക്സിന് ഞാൻ വേറൊരു നമ്പർ കൊടുക്കാൻ പോവാ. അപ്പോൾ എക്സ് ആയിട്ട് ഞാൻ 1.5 കൊടുത്തു. 1.5. എക്സിന് ഏത് നമ്പറുകളും കൊടുത്ത പോയിന്റ് കണ്ടുപിടിച്ചാലും അത് ഈ ലൈനിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം അല്ലെ. എങ്കിൽ മാത്രമേ ഈ പിക്ചർ പി ഓഫ് എക്സിന്റെ പിക്ചർ ആവത്തുള്ളൂ. അപ്പൊ ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് വേറൊരു നമ്പർ 1.5 ഞാൻ എക്സിന് കൊടുത്തു. ഇനി പി ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിച്ചേ. പി ഓഫ് 1.5 അല്ലേ. പി ഓഫ് 1.5 ദാറ്റ് ഈസ് ഈക്വൽ ടു, അതായത് എക്സിന് 1.5 കൊടുക്കണം അല്ലെ. 1.5ന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഏതാ? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലേ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 2 × 1 + 1 ചെയ്താൽ മതി അല്ലെ. 2 × 1 2 + 1 3, അതായത് 3/2. 1.5ന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 3/2. അപ്പോൾ എക്സിന് പകരം ഏത് കൊടുത്താൽ മതി? 3/2 കൊടുത്താൽ മതി അല്ലെ. 2 × x 2 × 3/2, 3/2 + 1 + 1 ഈക്വൽ ടു 2 × 2 കൂടെ ക്യാൻസൽ ആയി പോകല്ലേ. 2 × 2 കൂടെ ക്യാൻസൽ ആയി പോയി. അപ്പോൾ 3 + 1 എന്ന് വരും അല്ലെ. 4. 3 + 1 4. അതായത് എക്സ് ആക്സിസിലെ 1.5ൽ ഒരു ലംബം വരച്ചാൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ഈ ലൈനെ തൊടുന്നത് 4 യൂണിറ്റ് ഹൈറ്റിൽ വെച്ചായിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ് 1.5 ആയിട്ട് കണ്ടുപിടിച്ച ആ പോയിന്റ് ഈ ലൈനിലുണ്ടെന്ന് നമുക്ക് പറയത്തില്ലേ. അപ്പോൾ ഞാൻ എക്സ് ആക്സിസിലെ 1.5ൽ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് പോവുക. എക്സ് ആക്സിസിലെ 1.5 ഇതല്ലേ, 1നും 2നും നേർ നടുവിലല്ലേ. ഇതാണ് എക്സ് ആക്സിസിലെ 1.5. ഈ എക്സ് ആക്സിസിലെ 1.5ൽ നിന്ന് നേരെ മുകളിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാനായിട്ട് പോവാണ്. ഇവിടെ ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നതാണ് 1.5ൽ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ. ആ പെർപെൻഡിക്കുലർ ഈ ലൈനുമായിട്ട് കൂടിച്ചേരുന്ന പോയിന്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇനി ഈ പെർപെൻഡിക്കുലറിന്റെ ഈ ലെങ്ത് 4 യൂണിറ്റ് ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് 1.5 ആയിട്ട് എടുത്തിരിക്കുന്ന ഈ പോയിന്റ് ആ ലൈനിൽ തന്നെ ഉണ്ടെന്ന് പറയാലോ. ഈ പെർപെൻഡിക്കുലർ ലൈനിൽ തൊടുന്ന പോയിന്റ് ആണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ലെങ്ത് 4 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി ഓഫ് 1.5 ഈ ലൈനിൽ തന്നെയുള്ള പോയിന്റ് ആണെന്ന് പറയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ലെങ്ത് ഒന്ന് കണ്ടുപിടിച്ചാലോ. ആ ലൈനിന്റെ ലെങ്ത് ആണ് ഈ കൊടുത്തിരിക്കുന്നത് L1 J1 = 4 യൂണിറ്റ് അല്ലെ. അതായത് അത് നമുക്ക് കിട്ടിയ പി ഓഫ് എക്സിന്റെ വാല്യൂ തന്നെയല്ലേ, 4 തന്നെയാണ് അല്ലെ. ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ ലെങ്ത് 4 യൂണിറ്റ് ആണ്. അത് തന്നെയാണ് നമുക്ക് പി ഓഫ് 1.5 ആയിട്ട് കിട്ടിയിരിക്കുന്നതും അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് 1.5 എടുത്ത് പി ഓഫ് എക്സ് കണ്ടുപിടിച്ച ആ പോയിന്റ് എവിടെ തന്നെയുള്ള പോയിന്റ് ആണ്? നമ്മുടെ ഈ ലൈനിൽ തന്നെയുള്ള പോയിന്റ് ആണല്ലേ. ഇങ്ങനെ എക്സ് ഏത് നമ്പർ ആയിട്ട് എടുത്താലും അതിന്റെ പി ഓഫ് എക്സും യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ പോയിന്റ് എവിടെയുള്ളതായിരിക്കും? ഈ ലൈനിൽ തന്നെ ഉള്ളതായിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാം? ഈ വരച്ചിരിക്കുന്ന ഈ ബ്ലൂ ലൈനാണ് പി ഓഫ് എക്സ് = 2x + 1ന്റെ ചിത്രരൂപം അല്ലെങ്കിൽ പിക്ചർ. പിക്ചർ വരയ്ക്കുമ്പോൾ നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് മാത്രം ഞാൻ വരച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻസ് ഒന്നും പി ഓഫ് എക്സിന്റെ പിക്ചർ അല്ല. ഏത് മാത്രമേ ഉള്ളൂ? ഈ ബ്ലൂ ലൈൻ മാത്രമേ ഉള്ളൂ ഏത്? പി ഓഫ് എക്സിന്റെ പിക്ചർ. ഞാൻ പെർപെൻഡിക്കുലർ ലൈൻസ് ഒന്ന് മാറ്റി കളയാം. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഈ ലൈനാണ് പി ഓഫ് എക്സിന്റെ ചിത്രരൂപം അല്ലെങ്കിൽ പിക്ചർ. പി ഓഫ് എക്സ് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയിരുന്നു അല്ലെ, അല്ലെങ്കിൽ 1ാം കൃതി ബഹുപദമായിരുന്നു അല്ലെ.
ഒന്നാമത്തെ ബഹുപദത്തിന്റെ പിക്ചർ വരച്ചപ്പോൾ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയത്. വേറെ ഏത് ഒന്നാമത്തെ ബഹുപദം എടുത്ത് നിങ്ങൾ വരച്ചു നോക്കിക്കോ, അതെല്ലാം എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും. അതായത് ഒന്നാകൃതി ബഹുപദത്തിന്റെ പിക്ചർ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ എല്ലാ പോയിന്റുകളും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ എക്സ് ആയിട്ട് 7 നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെ, -3, -2, -1 അങ്ങനെ 7 നമ്പർ കൊടുത്തിട്ടില്ലേ? എക്സിന് ഇത്രയും നമ്പർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ എത്ര പോയിന്റിന്റെ ആവശ്യമുള്ളൂ? നമുക്ക് 2 പോയിന്റിന്റെ ആവശ്യമുള്ളൂ അല്ലെ. ആ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ഒന്നാകൃതി ബഹുപദത്തിന്റെ അല്ലെങ്കിൽ പോളിനോമിയലിന്റെ പിക്ചർ വരയ്ക്കുന്നതിന് വേണ്ടി ആകെ 2 പോയിന്റുകൾ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. കൂടുതലൊന്നും കണ്ടുപിടിക്കേണ്ട. എക്സിന് ഏതെങ്കിലും 2 വാല്യൂ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പി ഓഫ് എക്സ് കണ്ടുപിടിക്കാം. അതിനുശേഷം എക്സും പി ഓഫ് എക്സും യൂസ് ചെയ്ത് പോയിന്റ് കണ്ടുപിടിക്കുക. അങ്ങനെ 2 പോയിന്റുകൾ കണ്ടുപിടിച്ച് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒന്നാകൃതി ബഹുപദത്തിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചർ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ 1.5 പകരം 1 3/4 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ എളുപ്പത്തിന് 1.5 എടുത്തേ ഉള്ളൂ. കൂടാതെ ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിച്ചത് സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങൾ യൂസ് ചെയ്ത. ഞാൻ എങ്ങനെയാ ലെങ്ത് കണ്ടുപിടിച്ചത്? കമ്പ്യൂട്ടറിലെ ജിയോജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ ആ ലെങ്ത് കണ്ടുപിടിച്ചതാ. അപ്പോൾ ആ സിമിലർ ട്രയാങ്കിൾസ് ആയിട്ട് പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് ആ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ സിമിലർ ട്രയാങ്കിൾ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുപകരം നമ്മൾ ഇവിടെ ജിയോജിബ്ര ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ഒന്നാകൃതി ബഹുപദത്തിന്റെ പിക്ചർ വരയ്ക്കുന്നതിന് വേണ്ടി എക്സ് ആയിട്ട് ഏതെങ്കിലും 2 വാല്യൂ നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം അതിന്റെ പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ആ എക്സും പി ഓഫ് എക്സും യൂസ് ചെയ്ത് നമ്മൾ ഗ്രാഫ് പേപ്പറിൽ 2 പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ആ 2 പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതിന്റെ പിക്ചറാണ്? നമുക്ക് തന്നിരിക്കുന്ന ആ പി ഓഫ് എക്സിന്റെ പിക്ചറാണ്. അടുത്ത വേറൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. ഇതിന്റെ പിക്ചർ ഒന്ന് വരച്ചു നോക്കിയാലോ? ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ അതിന്റെ പിക്ചർ എങ്ങനെയായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ, അത് നമുക്കറിയാം. അപ്പോൾ അത് വരയ്ക്കണമെങ്കിൽ എത്ര പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം? നമുക്ക് 2 പോയിന്റുകൾ മതി അല്ലെ. അതായത് എക്സിന് ഏതെങ്കിലും 2 വാല്യൂസ് കൊടുത്തിട്ട് പി ഓഫ് എക്സ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം എക്സിന് 0 കൊടുക്കാൻ പോവാ. എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സ് എത്രയായിട്ട് കിട്ടും? എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് നോക്കാം അല്ലെ. അതായത് പി ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കണം. അതായത് 0 + 1 എന്ന് വരും അല്ലെ. 0 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 കിട്ടും. അതായത് എക്സിന് 0 കൊടുത്താൽ പി ഓഫ് എക്സ് എത്രയായിട്ട് കിട്ടും? 1 ആയിട്ട് കിട്ടും അല്ലെ. അടുത്ത എക്സിന് ഞാൻ 1 കൊടുക്കാൻ പോവാ. എക്സിന് 1 കൊടുത്തിട്ട് പി ഓഫ് എക്സ് കണ്ടുപിടിക്കാൻ പോവാ. അതായത് പി ഓഫ് 1 അല്ലെ. പി ഓഫ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ സ്ഥാനത്ത് 1 എഴുതണം. 1 + 1 അല്ലെ. 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 2 കിട്ടും അല്ലെ. അതായത് എക്സിന് 1 കൊടുത്താൽ പി ഓഫ് എക്സ് എത്ര കിട്ടും? 2 കിട്ടും. ഈ വാല്യൂസ് യൂസ് ചെയ്ത് നമ്മൾ 2 പോയിന്റ് അടയാളപ്പെടുത്താനായിട്ട് പോവാ. അപ്പോൾ ആദ്യത്തെ ഏതാണ്? എക്സിന് 0 കൊടുക്കുമ്പോൾ പി ഓഫ് എക്സ് ഏതായിട്ട് കിട്ടും? 1 ആയിട്ട് കിട്ടും. ഈ പോയിന്റ് അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാ? എക്സ് ആക്സിസിലെ 0യിൽ നിന്ന് 1 യൂണിറ്റ് ഹൈറ്റ് ഉള്ള പോയിന്റ് അല്ലേ? എക്സ് ആക്സിസിലെ 0 എന്ന് കണ്ടുപിടിച്ചേ. ഇതല്ലേ നമ്മുടെ എക്സ് ആക്സിസ്. അതിനകത്ത് 0 അതായി കിടക്കുന്നതാണ് എക്സ് ആക്സിസിലെ 0. ആ 0യിൽ നിന്ന് പെർപെൻഡിക്കുലർ ഹൈറ്റ് എത്ര വേണം? പി ഓഫ് എക്സ് വേണം അല്ലെ. അതായത് 1 യൂണിറ്റ് വേണം. അപ്പൊ ഇവിടെ വന്ന് 1 യൂണിറ്റ് ഹൈറ്റ്. നേരെ മുകളിലേക്ക് പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ് വരയ്ക്കേണ്ടത്. അതായത് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ y ആക്സിസിൽ തന്നെയാണ്. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. 1 യൂണിറ്റ് ഹൈറ്റ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ 1 യൂണിറ്റ് ഹൈറ്റ് ഉള്ള പോയിന്റ്. അടുത്തത് രണ്ടാമത്തെ നോക്കിക്കേ. എക്സ് 1 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഹൈറ്റ് എത്ര കിട്ടും? 2 കിട്ടും അല്ലെ. അതായത് എക്സ് ആക്സിസിലെ 1ൽ നിന്ന് 2 യൂണിറ്റ് ഹൈറ്റ് ഉള്ള പോയിന്റ് അല്ലെ. എക്സ് ആക്സിസിലെ 1 ഈ കിടക്കുന്നതാണ് എക്സ് ആക്സിസിലെ 1. ഈ എക്സ് ആക്സിസിലെ 1ൽ നിന്ന് 2 യൂണിറ്റ് ഹൈറ്റ് വേണം അല്ലെ. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് എന്തോരായിരിക്കണം? 2 യൂണിറ്റ്. ഇവിടെയല്ലേ 2 യൂണിറ്റ് ഹൈറ്റ്? 2 ഹൈറ്റ് അല്ലെ. ഇപ്പോൾ നമ്മൾ 2 പോയിന്റുകൾ ഇട്ടു. ഒന്നാമത്തെ പോയിന്റ് ഏതായിരുന്നു? എക്സ് ആക്സിസിലെ 0യിൽ നിന്ന് 1 യൂണിറ്റ് ഹൈറ്റ് ഉള്ള പോയിന്റ് ഇതായി കിടക്കുന്ന ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തതോ എക്സ് ആക്സിസിലെ 1ൽ നിന്ന് 2 യൂണിറ്റ് ഹൈറ്റ് ഉള്ള പോയിന്റ് ഈ കിടക്കുന്ന ഈ പോയിന്റ്. ഇനി ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കണം അല്ലെ. ആദ്യത്തെ പോയിന്റും രണ്ടാമത്തെ പോയിന്റ് കണക്ട് ചെയ്ത് ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ഈ ലൈനാണ് ആരുടെ പിക്ചർ? പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു x + 1 എന്ന ഈ പോളിനോമിയലിന്റെ ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചർ.
പോളിനോമിയലിന്റെ പിക്ചർ വരയ്ക്കാൻ നേരത്തെ ഈ പെർപെൻഡിക്കുലർ ലൈൻസിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പോയിന്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വരച്ചു വെച്ചേക്കുന്നതാ. അത് മാറ്റി കളഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഞാനത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്ന് പറയുന്ന ഈ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചറാണ് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് അതിപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതുകൂടാതെ നമുക്ക് ആ പിക്ചർ വരയ്ക്കാനായിട്ട് രണ്ട് പോയിന്റിന്റെ ആവശ്യമുള്ളൂ. എക്സ് ആയിട്ട് ഏതെങ്കിലും രണ്ട് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്യുക, അതിനനുസരിച്ച് പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ആ വാല്യൂസ് യൂസ് ചെയ്ത് രണ്ട് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുക, ആ പോയിന്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചർ. അടുത്തതായിട്ട് ഒരു പോളിനോമിയലിന്റെ പിക്ചറിൽ നിന്ന് എങ്ങനെയാണ് ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദം കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഒരു പോളിനോമിയലിന്റെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. ഈ റെഡ് കളറിൽ കാണുന്നതാണ് ആ പോളിനോമിയലിന്റെ പിക്ചർ. ബാക്കിയുള്ളത് എന്താ? എക്സ് ആക്സിസും വൈ ആക്സിസും അല്ലെ. ഈ റെഡ് കളറിലുള്ള ഈ ലൈനാണ് പോളിനോമിയലിന്റെ പിക്ചർ. അങ്ങനെയാണെങ്കിൽ ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയാന്ന് പറയാൻ പറ്റുമോ? ഇതൊരു സ്ട്രെയിറ്റ് ലൈനാ അല്ലെ. അതുകൊണ്ട് ഡിഗ്രി എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ അല്ലെങ്കിൽ ഒന്നാംകൃതി ബഹുപദത്തിന്റെ എല്ലാം ചിത്രം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. അതുകൊണ്ട് ആ പോളിനോമിയലിന്റെ ഡിഗ്രി എത്രയായിരിക്കും? ഡിഗ്രി 1 ആയിരിക്കും അല്ലെ. ഇനി ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്താ? അല്ലെങ്കിൽ ഒന്നാംകൃതി ബഹുപദത്തിന്റെ ജനറൽ ഫോം അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ. പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി ആയിരിക്കും. ax പ്ലസ് ബി. എക്സിന്റെ പവർ ഇവിടെ എത്രയാണ്? 1 അല്ലെ. അതായത് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ എല്ലാം ജനറൽ ഫോം പി ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ax പ്ലസ് ബി ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോളിനോമിയൽ കണ്ടുപിടിക്കാനായിട്ട് എയുടെയും ബിയുടെയും വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് ഈ പിക്ചറിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാ? എക്സ് ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള കറക്റ്റ് ആയിട്ടുള്ള ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എക്സ് ആക്സിസിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന്. എക്സ് ആക്സിസിലെ -3ൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ലെങ്ത് അറിയാവോ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് ആണ് അല്ലെ. അത്രയും ഹൈറ്റ് എത്രയാണെന്ന് അറിയാൻ പറ്റുമോ? ഒരു വാല്യൂ നമുക്ക് കൊടുത്തിട്ടില്ല. ഏകദേശമൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. പക്ഷെ അങ്ങനെ ഏകദേശം വെച്ചാൽ പോരാ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. -2ൽ നിന്ന് അറിയാവോ? -2ൽ നിന്ന് ഇവിടം വരെ ഏകദേശം -2 ഹൈറ്റ് ആണല്ലേ വരുന്നത്. പക്ഷെ അതും കൃത്യമായിട്ട് നമുക്ക് അറിയത്തില്ല, വാല്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ ഏകദേശം ഒരിക്കലും എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ -1ൽ നിന്ന് നോക്കിക്കേ, ആ ഒരു ഹൈറ്റ് എന്ത് വരുമെന്ന് അറിയാവോ? അതും അറിയത്തില്ല അല്ലെ. ഇനി 0ൽ നിന്നുള്ള ഹൈറ്റ് അറിയാമോ? നോക്കിക്കേ, ഇതാണ് നമ്മുടെ എക്സ് ആക്സിസിലെ 0. ആ 0ൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഹൈറ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. -1ൽ കൂടി ഈ ലൈൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ. അതായത് എക്സ് ആക്സിസിലെ 0ൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഹൈറ്റ് എന്തൊരുവാണ്? -1 ആണ്. അത് കൃത്യമായിട്ട് നമുക്ക് പറയത്തില്ലേ? കാരണം ഈ ലൈൻ ഏതിലെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്? -1ൽ കൂടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതായത് എക്സ് ആക്സിസിലെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് അല്ലേ, എക്സിന്റെ വാല്യൂ അല്ലേ. എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ പി ഓഫ് 0 എത്രയായിട്ട് കിട്ടും? അതല്ലേ ഹൈറ്റ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസിലെ 0ൽ നിന്ന് ലൈനിലേക്കുള്ള ഹൈറ്റ് എന്തൊരുവാണ്? -1 അല്ലെ. അപ്പോൾ പി ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. എക്സ് ആക്സിസിലെ 0ൽ നിന്ന് ലൈനിലേക്കുള്ള ഹൈറ്റ് അല്ലെങ്കിൽ പി ഓഫ് 0 എന്നതിനെ പറയാലോ. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? -1. ഇനി ഈ വാല്യൂ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ ജനറൽ ഫോമില് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോമിൽ എന്നിട്ട് കൊടുത്തേ. എക്സിന്റെ സ്ഥാനത്ത് ഏത് എഴുതണം? 0 എഴുതണം അല്ലെ. അതായത് പി ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് a ഇൻറ്റു 0 അല്ലെ. a ഇൻറ്റു 0 പ്ലസ് ബി. a ഇൻറ്റു 0 എത്രയാ? 0 തന്നെ അല്ലെ. 0 പ്ലസ് ബി. 0 പ്ലസ് ബി എത്രയാ? ബി തന്നെ അല്ലെ. അതായത് പി ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ബി എന്ന് കിട്ടി. അപ്പോൾ പി ഓഫ് 0യുടെ വാല്യൂ അല്ലെങ്കിൽ 0ൽ നിന്നുള്ള ഹൈറ്റ് -1 ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇവിടുന്ന് കിട്ടി പി ഓഫ് 0യുടെ വാല്യൂ ബി ആണ്. അങ്ങനെ പി ഓഫ് 0ക്ക് 2 വാല്യൂ വരാൻ പാടില്ലല്ലോ. അതായത് ബിയും -1 ഈക്വൽ അല്ലേ. അതായത് പി ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ഈക്വൽ ടു ബി എന്ന് കിട്ടി. അപ്പോൾ ബിക്ക് ഒരു വാല്യൂ നമുക്ക് കിട്ടി, ബിയുടെ വാല്യൂ -1. ഇനി ജനറൽ ഫോമിൽ ഏതിന്റെ വാല്യൂ കൂടെ കിട്ടിയാൽ മതി? എയുടെ വാല്യൂ കൂടെ കിട്ടിയാൽ മതി അല്ലെ. അതിനുവേണ്ടി എക്സ് ആക്സിസിലെ വേറൊരു പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ലെങ്ത് അറിയാമെന്ന് നോക്കിക്കേ. നമ്മൾ 0 വരെ നോക്കി അല്ലെ. ഇവിടെ 1ൽ നിന്ന് താഴത്തേക്കുള്ള ഹൈറ്റ് അറിയാമോ? ഈ ലൈനിലേക്കുള്ള ഹൈറ്റ് അത് ഏകദേശം ഇത്രയും ഹൈറ്റ് ആണ്.
-1 എത്തിയിട്ടില്ല അല്ലെ, അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി എക്സ് ആക്സിസിലെ 2, അതായത് ഇവിടെ നിന്ന് ലൈനിലേക്കുള്ള ഹൈറ്റോ, എക്സ് ആക്സിസിലെ 2 തന്നെയല്ലേ ആ ലൈൻ കടന്നു പോകുന്നത്. അതായത് ആ ലൈൻ എത്രയെങ്കിലും ഹൈറ്റിലാണോ ഇരിക്കുന്നത്? ഇങ്ങനെ മുകളിൽ ഹൈറ്റിലേക്കാണോ ആ ലൈൻ വന്നിരിക്കുന്നത്? ഇല്ല അല്ലെ, 2 കൂടെ തന്നെയാ പാസ് ചെയ്ത് പോകുന്നത്. അതായത് എക്സ് ആക്സിസിലെ 2 കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അവിടെ ഒരു ഹൈറ്റ് ഇല്ല. അതിനർത്ഥം എന്നാ? ഹൈറ്റ് 0 എന്നല്ലേ. അതായത് എക്സ് 2 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിസിലെ 2 നിന്ന് ആ ലൈനിലേക്കുള്ള ഹൈറ്റ് അത് നമ്മൾ എങ്ങനെ എഴുതും? P(2) എന്ന് എഴുതത്തില്ലേ? എക്സ് ആക്സിസിലെ 2 നിന്ന് ആ ലൈനിലേക്കുള്ള ഹൈറ്റ് എത്രയായിട്ട് കിട്ടും? ഹൈറ്റ് ഇല്ല അല്ലെ, അതായത് 0. ഇനി ഈ വാല്യൂ ആ ജനറൽ ഫോമിൽ ഒന്ന് ഇട്ട് കൊടുത്തേ. നമ്മുടെ ജനറൽ ഫോം ഏതായിരുന്നു? ആ P(x) = ax + b, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ജനറൽ ഫോം. എക്സ് ഏതായിട്ട് കൊടുക്കണം? 2 ആയിട്ട് കൊടുക്കണം അല്ലെ. അതായത് P(2) = a × x, അതായത് a(2) + b. b എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ അല്ലേ, അതിന് മാറ്റമില്ല അല്ലെ. നമ്മൾ ആദ്യം ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു, അതേതാ? -1. ബി ഒരു ഫിക്സഡ് നമ്പർ ആയതുകൊണ്ട് ആ ബിയുടെ വാല്യൂവിന് ഒരിക്കലും മാറ്റമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതി ചേർക്കാം? -1 എന്ന് എഴുതി ചേർക്കാമല്ലോ, കാരണം ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച. സോ -1. ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. ദാറ്റ് ഈസ് ഈക്വൽ ടു a(2) 2a. പ്ലസും മൈനസും എഴുതേണ്ട ആവശ്യമില്ലല്ലോ, മൈനസിന് ഇമ്പോർട്ടന്റ് ഉള്ളത് അല്ലെ. അപ്പോൾ -1. അപ്പൊ നമുക്ക് കിട്ടും P(2) = 2a - 1. ഇനി P(2)യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. P(2) എന്തായിരുന്നു? എക്സ് ആക്സിസിലെ 2 നിന്ന് നമ്മുടെ ഈ ലൈനിലേക്കുള്ള ഹൈറ്റ് അല്ലെ, അത് 0 ആയിരുന്നു അല്ലെ. അതായത് P(2) = 0 എന്ന് നമുക്ക് നേരത്തെ കിട്ടിയതാ. ഇവിടുന്ന് എന്ത് കിട്ടി? P(2) = 2a - 1. അതായത് P(2)ന്റെ വാല്യൂസ് എല്ലാം ഈക്വൽ ആയിരിക്കണം അല്ലെ. അതായത് നമുക്ക് എന്ത് പറയാം? 0യും 2a - 1ഉം ഈക്വൽ ആയിരിക്കും. അതായത് 2a - 1 = 0 ആയിരിക്കും. ഇനി ഇതിനകത്തുനിന്ന് a കണ്ടുപിടിച്ചേ. ആദ്യം -1നെ ഇപ്പുറ സൈഡിൽ കൊണ്ടുവരണം അല്ലെ. അതായത് 2a = 0 അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. 0 -1 ഇപ്പുറം വരുമ്പോഴോ +1. 0 + 1 1 തന്നെ അല്ലെ. അതായത് 2a = 1 എന്ന് കിട്ടി. ഇനി a എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 2നെയും ഈ സൈഡിലേക്ക് കൊണ്ടുവരണ്ടേ. 2 a-യുമായിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്തേക്കുക അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ വരുമ്പോഴോ അത് ഡിവിഷൻ ആവും. അതായത് a അവിടെ തന്നെ നിർത്തി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നു, 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഡിവിഷൻ ആവും അല്ലെ, /2. അതായത് എയുടെ വാല്യൂ എന്തായിട്ട് കിട്ടി? 1/2 ആയിട്ട് കിട്ടി. എയുടെ വാല്യൂ 1/2. ഇനി നമ്മുടെ ജനറൽ ഫോമില് എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിക്ചറിന്റെ അല്ലെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ കിട്ടത്തില്ലേ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടും? P(x) = ax. എയുടെ വാല്യൂ എത്രയാണ്? 1/2 അല്ലെ. 1/2x ബിയുടെ വാല്യൂ അത് -1 അല്ലായിരുന്നോ? -1. ഈ പ്ലസും മൈനസും അടുപ്പിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? മൈനസിനാണ് ഇമ്പോർട്ടൻസ്. അതായത് നമുക്ക് എന്ത് കിട്ടും? P(x) = 1/2x - 1. അതായത് ഈ പിക്ചറിൽ കാണുന്ന ഈ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? P(x) = 1/2x - 1. P(x) = 1/2x - 1. അപ്പോൾ ഒരു പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ പോളിനോമിയൽ ആക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ആദ്യം എത്രാമത്തെ ഡിഗ്രി പോളിനോമിയൽ ആണെന്ന് കണ്ടുപിടിക്കണം. സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എത്രാമത്തെ ഡിഗ്രിയാ? ഫസ്റ്റ് ഡിഗ്രി അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രിയുടെ ജനറൽ ഫോം എഴുതുക. P(x) = ax + b. ഇനി എന്താ കണ്ടുപിടിക്കണം? എക്സ് ആക്സിസിലെ ഏതെങ്കിലും 2 പോയിന്റിൽ നിന്ന് നമ്മുടെ ആ ലൈനിലേക്കുള്ള കൃത്യമായ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഏതെങ്കിലും 2 പോയിന്റിൽ നിന്നുള്ള ഹൈറ്റ് നിർബന്ധമായിട്ടും കണ്ടുപിടിക്കണം. 0യിൽ നിന്നുള്ള ഹൈറ്റ് ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം എന്ത് നോക്കിക്കോണം? എക്സ് ആക്സിസിലെ 0യിൽ നിന്ന് ലൈനിലേക്കുള്ള ഹൈറ്റ് എത്രയാണെന്ന് അറിയാമെന്ന് നോക്കണം. ആ 0യിൽ നിന്നുള്ള ഹൈറ്റ് യൂസ് ചെയ്ത് ആദ്യം നമുക്ക് ബി കണ്ടുപിടിക്കാം. എക്സ് ആക്സിസിലെ രണ്ടാമത്തെ പോയിന്റും ലൈനിലേക്കുള്ള ഹൈറ്റ് യൂസ് ചെയ്ത് നമുക്ക് എയും കണ്ടുപിടിക്കാം. ആ എയും ബിയും നമ്മുടെ ജനറൽ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആ പിക്ചറിന്റെ പോളിനോമിയൽ കിട്ടും. അപ്പോൾ 2 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചത്. ആദ്യത്തേത് എന്തായിരുന്നു? ആ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഒന്നാം കൃതി ബഹുപദം തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിക്ചർ വരയ്ക്കാൻ പഠിച്ചല്ലേ.
രണ്ടാമത് എന്തായിരുന്നു, ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പിക്ചർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പോളിനോമിയൽ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും എളുപ്പമുള്ളതാണ്, കൃത്യമായിട്ട് പഠിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.